Hello, welcome back to our channel. ഇന്ന് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പഴയ നോട്ട്ബുക്ക് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കാണും. ഉണ്ടെങ്കിൽ അതൊരെണ്ണം ഇങ്ങോട്ട് എടുത്തോ. ഇതാണ് നമ്മൾ ഇന്നത്തെ മെയിൻ താരം. അപ്പോൾ ഞാൻ എന്തായാലും ഇതിലത്തെ കുറച്ച് പേജസ് കീറി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലെ റോൾ ചെയ്തെടുക്കലാണ്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇതേപോലെ ന്യൂസ് പേപ്പർ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക. ഇനി നോട്ട്ബുക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ന്യൂസ് പേപ്പർ വെച്ചായാലും ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതേപോലെ 12 എണ്ണമാണ് ചുരുട്ടിയെടുത്തിരിക്കുന്നത് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഇതേപോലെ ചേർത്തൊട്ടിക്കണം. 3 എണ്ണം വെച്ചിട്ട് നമ്മുടെ സാധാരണ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് ചേർത്തൊട്ടിക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്തൊട്ടിച്ച് കഴിയുമ്പോൾ 4 സ്റ്റിക്ക് നമുക്ക് ഇതേപോലെ കിട്ടും. ഇനി ഇതെല്ലാം നന്നായി ഉണങ്ങാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. നന്നായി ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതേപോലെ വരച്ചു കൊടുത്തിട്ട് ഒപ്പത്തിന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പെയറായിട്ട്, അതായത് 2 എണ്ണം ഒരേ വലുപ്പത്തിൽ, മറ്റു 2 എണ്ണം വേറൊരു വലുപ്പത്തിൽ, അങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഇതേപോലെയാണ് ഇത് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 4 എണ്ണം ഒരു ബോർഡർ പോലെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഇതിന്റെ ബാക്കിൽ ഇതേപോലെ വേറൊരു കട്ടിയുള്ള ഒരു പേപ്പർ എടുക്കുക. അപ്പോൾ ഞാനൊരു ഇൻവിറ്റേഷൻ കാർഡിന്റെ കവറാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഇതിന്റെ വീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് അത് നമ്മൾ ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് അത് നന്നായിട്ട് അവിടെ ഒട്ടിയിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതിന്റെ 4 മൂലയിലും ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് ഉണങ്ങണം. അതിനുശേഷം നമുക്കിതൊന്ന് പെയിന്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ബ്ലാക്ക് ആക്രിലിക് പെയിന്റ് ആണ് യൂസ് ചെയ്യുന്നത്. സാധാരണ ഫേബ്രിക് കളറൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് പെയിന്റ് ചെയ്തെടുക്കാവുന്നതാണ്. ബ്ലാക്കിനായിരിക്കും ഒന്നും കൂടി ഒരു ഭംഗി കിട്ടാന്ന് എനിക്ക് തോന്നി. ഇനിയിപ്പോൾ കളറൊന്നും ഇല്ല, ലോക്ക്ഡൌൺ അല്ലേ, കളർ വാങ്ങാൻ പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കേണ്ട. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഈ ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞ് പതുക്കെ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാലോ. അപ്പോൾ കളറൊക്കെ വാങ്ങി നമുക്ക് പെയിന്റ് ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതൊന്ന് കളർ ചെയ്തെടുക്കാണ്. അപ്പോൾ ആ കളർ ചെയ്തത് ഉണങ്ങുന്ന നേരം കൊണ്ട് നമുക്ക് 2 ഫ്ലവറും പിന്നെ അതിന് ഒട്ടിക്കാനുള്ള കുറച്ച് ലീഫും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ മുമ്പത്തെ ഒരുപാട് വീഡിയോസിൽ ഇതേപോലെ ഫ്ലവറും ലീഫൊക്കെ ഉണ്ടാക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ മുമ്പത്തെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കിയ ഫ്ലവറൊക്കെ നമുക്ക് ഈ ഒരു ഫ്രെയിമിൽ ഒട്ടിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് നമ്മുടെ ആ പുസ്തകം ഉണ്ടല്ലോ, അതിന്റെ ചട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ ബാക്കിൽ ഒട്ടിക്കാനായിട്ട് കട്ടിയുള്ള എന്തെങ്കിലും ഒരു പേപ്പർ, ഒരു കാർഡ്ബോർഡ് എന്തെങ്കിലും വേണം. അപ്പോൾ ഞാൻ ആ പുസ്തകത്തിന്റെ ചട്ട തന്നെയാണ് എടുക്കുന്നത്. അത് നമുക്കൊരു ബ്ലാക്ക് പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം ഇതിന്റെ ബാക്കിലായിട്ട് ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത സ്റ്റിക്കിന് ഒന്നും കൂടി ഒരു ഉറപ്പ് കിട്ടാണ് കേട്ടോ. നമ്മളത് ആ ഒരു കാർഡ്ബോർഡ് പീസിലാണല്ലോ ഒട്ടിച്ചു വെക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി നല്ലൊരു ഉറപ്പ് കിട്ടും. അപ്പോൾ ഇതും നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം.
ഞാനിവിടെ നമ്മുടെ ഗോൾഡൻ ഹാഫ് ബീഡ്സ് ആണ്. ഇത് നമ്മൾ ഡ്രസ്സുമൊക്കെ വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ അതും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഒരു ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഭംഗിയാക്കി എടുക്കാം. സാധാരണ നമ്മുടെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് വെറുതെ ഒരു ഫ്രെയിം പോലെ ഉണ്ടാക്കിയാലും നല്ല ഭംഗിയുണ്ടായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫോട്ടോ ഫ്രെയിം ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് ഒട്ടിച്ച് വെച്ചിട്ട് നമ്മുടെ ചുമരിലൊക്കെ നമുക്ക് ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉപയോഗിച്ച് ഒട്ടിച്ച് വെക്കാവുന്നതാണ്. നല്ല അടിപൊളി ലുക്കായിരിക്കും. പിന്നെ ഈ ഒരു ഡിസൈൻ മാത്രമല്ല കേട്ടോ, നമുക്ക് പല ഡിസൈനിലും ഈ നമ്മളുണ്ടാക്കിയ ഒരു സ്റ്റിക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും പല മോഡൽസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ പിക്ചേഴ്സൊക്കെ മെയിലിലേക്ക് അയച്ചു തരാം കേട്ടോ. ഞാൻ താഴെ മെയിൽ ID കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്താ അവിടെ ചുമരിലത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇതെൻ്റെ ഫോട്ടോ അല്ല കേട്ടോ. ഇനി ഇതുപോലെ തന്നെ ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് കുറച്ച് വലിപ്പത്തിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതെവിടെ ഒട്ടിച്ചെന്നല്ലേ. അപ്പോൾ ഇത് കണ്ടോ, ഇതെൻ്റെ മോളുടെയും മോൻ്റെയും ഫസ്റ്റ് ബർത്ത്ഡേക്ക് നമ്മൾ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അത് കുറേ നാളായ കാരണം മോളുടെ കുറേ നാളായല്ലോ. അപ്പോൾ അത് അരികുവശത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകാൻ തുടങ്ങി. ആകെ വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ ബോർഡറിലായിട്ട് ഈ നമ്മൾ ഉണ്ടാക്കിയ സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കാനുണ്ടായത്. അപ്പോൾ കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി ഇതെന്തായാലും പെട്ടെന്നൊന്നും കേടുവരില്ല, പെട്ടെന്നൊന്നും അരികുവശത്തുള്ള കടലാസൊന്നും പറഞ്ഞു പോരില്ല. നല്ല ഉറപ്പില്ല തന്നെ അവിടെ ഇരുന്നോളും. എന്നിട്ട് അത് നമ്മൾ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉപയോഗിച്ചിട്ടാണ് ചുമരിൽ ഒട്ടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഫോട്ടോസിനൊക്കെ ഫ്രെയിമായിട്ട് വെക്കാനായിട്ട് നല്ലൊരു ഐഡിയ ആണ്. നമ്മൾ വെറുതെ ഫ്രെയിമൊക്കെ വാങ്ങി കാശ് കളയേണ്ട ആവശ്യമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.